നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 28-ാം തീയതി. ഇന്നലെ നമ്മൾ ശ്രീനാരദൻ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം, യുദ്ധരംഗത്ത് കുംഭകർണൻ മരിച്ചു വീണപ്പോൾ നാരദൻ വന്ന് സ്തുതിക്കുന്നതായിട്ടുള്ള രംഗമാണ് വർണ്ണിച്ചത്. നാരദൻ്റെ സ്തുതി കേട്ട് പ്രസന്നനായിട്ടുള്ള ഭഗവാൻ നാരദനെ വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞയച്ചു. പിറ്റേ ദിവസം യുദ്ധത്തിന് രാവണൻ്റെ പുത്രനായിട്ടുള്ള അതികായനും കൂടെ 7 പേരും കൂടിയാണ് വന്നത്. നീലൻ, അംഗദൻ, മാരുതി തുടങ്ങിയവർ എല്ലാവരെയും വധിച്ചു. അതികായനെയും വധിച്ചു. സ്വന്തം പുത്രനായിട്ടുള്ള അതികായൻ മരിച്ചു എന്നറിഞ്ഞ രാവണൻ ദുഃഖിതനായി രാവണനെ സമാധാനിപ്പിച്ച് ഇന്ദ്രജിത്ത് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ഇന്ദ്രജിത്ത് യുദ്ധത്തിന് വന്ന് സമയത്ത് വിഭീഷണൻ്റെ നിർദ്ദേശത്താൽ രാവണന്മാരെ മുഴുവൻ തോൽപ്പിക്കുന്നതായിട്ടുള്ള രംഗം, അതിൽ ക്രുദ്ധനായിട്ടുള്ള ഇന്ദ്രജിത്ത് മറഞ്ഞു നിന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അതിലെല്ലാവരും മോഹാത്സ്യപ്പെട്ടു വീണു. മാരുതി ഒഴിച്ച് വിഭീഷണൻ അവിടുന്ന് മാറി നിന്നു. ജാമ്പവാനും ബ്രഹ്മാസ്ത്രം ഏറ്റില്ല. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും മോചിതനായ ഹനുമാനും ജാമ്പവാനും കൂടി എല്ലാവരെയും ആ ബ്രഹ്മാസ്ത്രത്തിൽ മുക്തമാക്കാനുള്ള വഴി ആലോചിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് പോയി ഔഷധം കൊണ്ടുവരുന്നതിന് നിയോഗിച്ചത് ആയിട്ടുള്ള രംഗമാണ് വർണ്ണിച്ചത്. ആ ഔഷധം കൊണ്ടുവരുന്നതിന് വേണ്ടി ഹനുമാൻ പോകുമ്പോൾ ഹനുമാനെ വഴി തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കാലനേമിയെ രാവണൻ നിയോഗിച്ചു. ആ കാലനേമി ഹനുമാന് മാർഗവിഘ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. മാരുതനന്ദനൗഷധം മാരുതനന്ദനൗഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടരു ആരുമറിയാതെ ചെന്നു ചൊല്ലിടിനാൻ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി
മുഹൂർത്തമിരുന്നന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ ആപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘൂതരം ഇങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണനക്കാലനേമി തന്നോടു ചൊല്ലിടിനാൻ ഇക്കാലവൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണനെന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നൂരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനനൗഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നെടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയാം രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലമെന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടുമെന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടുകൂടി നിത്യവും പ്രത്യുഷസ്യുദ്ധായ
ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയസംഗങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനീ കണ്ടുകണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യങ് ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സൽഗുരു മായ എന്നും പറഞ്ഞിടുന്നു.